മാറിക്കേ, മാറടാ. ഹായ്, ഞാൻ മിലൻ. വർഷങ്ങളായിട്ടുള്ള എൻ്റെ ലൈഫിലെ PT മീറ്റിംഗ് ഇതേ ഇങ്ങനെയാണ്. എങ്ങനെയാണ്? മാറിയേ, ഇതിങ്ങനെ. മിലന്റെ ഫാദർ ആണല്ലേ? നിങ്ങളെ ഞാൻ ഒന്ന് കാണാനിരിക്കുന്നു. മോളുടെ മാർക്കൊക്കെ കണ്ടല്ലോ. ഫിസിക്സിന് 5, കെമിസ്ട്രിക്ക് 2.5, മാത്സിന് 0. മുട്ട. ഈ മുട്ട ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാനാ? പിന്നെ ദൈവം സഹായിച്ച് മലയാളത്തിനും ഇംഗ്ലീഷിനും 30 മോഡൽ മാർക്കുണ്ട്. അതിനിപ്പോ കോപ്പി അടിച്ചുണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ മിലനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അന്വേഷിച്ച് വേറെ എങ്ങോട്ടും പോണ്ട. വല്ല ആണുങ്ങളുടെ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി, എപ്പോഴും അവിടെ കാണാം. ഇങ്ങനെ മുടി കെട്ടി ഇങ്ങനെ കണ്ണു എഴുതി വാലെഴുതിയിട്ടൊക്കെ വന്ന് വരാൻ മാത്രമേ അവൾക്ക് അറിയുള്ളൂ, വേറെ ഒന്നിനും അറിയില്ല. പിന്നെ ഞാനിത്രയും പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയി മോളെ ചീത്ത പറയണ്ട. ഇവിടെ ഇവിടെ സൈൻ ചെയ്തോ. വാ. ഇറങ്ങ്. എന്നാ ഇടി എന്തോ ആടി, നീ എന്താ എനിക്ക് പഠിക്കുവാണോ? അതെ, ഞാൻ ഇന്ന് PT മീറ്റിങ്ങിന് വന്നിട്ടുമില്ല, നമ്മളിട്ട് കണ്ടിട്ടുമില്ല. അമ്മയോട് പോയി പറഞ്ഞാൽ മതി കേട്ടാ. അയ്യോ, എന്തെങ്കിലും പോയി പഠിക്ക്. പോ. എന്നാൽ ഒരു കൊല്ലം എൻ്റെ ക്ലാസ്സിലേക്ക് പുതിയൊരു സാറ് ട്രാൻസ്ഫർ ആയി വന്നു. അക്കൊല്ലത്തെ PT മീറ്റിംഗ് വേറെ മാരിയായിരുന്നു. എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെയാണ് നീ എവിടെ എത്താൻ പോകുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 അക്ഷരം നല്ലപോലെ പഠിക്കാമെന്ന്. അതല്ല അപ്പനെ പോലെ ആവാനാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഈ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ അല്ലേ? അതുകൊണ്ട് അപ്പനെ പോലെ ആവണ്ടെന്നുണ്ടെങ്കിൽ 2 അക്ഷരം പഠിച്ചു. അപ്പാ തല്ലല്ലേ അപ്പാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പാ, തല്ലല്ലേ. എന്തായിരുന്നു കരയണേ? കഥ പറയണില്ലേ? ഞാൻ പറഞ്ഞോളാം, പോയേ. പോയേ. അന്ന് അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. എന്തിനാ തല്ലിയെന്ന് പോലും എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ഫുൾ പാസ്സായിരുന്നു. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ എന്നെ അടിക്കണേ. പക്ഷെ പിന്നെ ഒരു ദിവസം, ഒരു 2-3 കൊല്ലം കഴിഞ്ഞ്, അതായത് ഇന്ന് എൻ്റെ കോളേജിലെ PTA മീറ്റിങ്ങിന് അച്ഛൻ ആ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അതെ ടീച്ചറേ, എൻ്റെ മോള് സ്ട്രൈക്കും വിളിക്കും, ക്ലാസ്സും കട്ട് ചെയ്യും, മതിലും ചാടും. ഇനി ആരെങ്കിലും വല്ലതും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ മോന്തടിച്ച് പൊളിക്കുകയും ചെയ്യും. ഇത് അങ്കണവാടിയൊന്നുമില്ല, കോളേജല്ലേ തല്ലി പഠിപ്പിക്കാൻ. പിന്നെ പുസ്തകം മാത്രം തിന്നിട്ട് ഇവിടെ ആരും വലിയ നിലയിലെത്തിയിട്ടൊന്നുമില്ല. എൻ്റെ മോളെ ലൈഫിൽ സക്സസ് ആയി മതി. അവളുടെ കൂടെ അവളുടെ അപ്പനുണ്ട് കേട്ടാടി. ഏടി നിന്റെ മുട്ട പപ്സും ചായ കഴിക്ക്. അല്ലേ ഞാൻ ഈ കോളേജിൽ കിടന്ന് ഈ കണ്ട മാസം മുഴുവൻ കാണിച്ചിട്ട് നീ എന്താ ഒട്ടും ഹാപ്പി അല്ലാത്തത്? ഒന്നുമില്ല മോളെ, ഞാൻ നിന്റെ തന്തയാണ്, കാര്യം പറ. നിങ്ങളുടെ സ്വഭാവം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇന്ന് ഇത്രയും കുരുത്തക്കേട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അവിടെ കിടന്ന് മാസം കാണിച്ച് ഇറങ്ങി വന്നേക്കണം. +1 ഫുൾ പാസ് ആയിട്ട് നിങ്ങൾ എന്തിനാ തല്ലിയത്? അറഞ്ചം പറഞ്ഞ തല്ലിയല്ലോ, എന്തിനാ തല്ലിയത് പറ. അതൊക്കെ വലിയ കഥയാണ്. അത് കാര്യം പറയാനുള്ള പ്രായമൊക്കെ ആയെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ല. കഥ കേൾക്കട്ടെ, നോക്കട്ടെ. എന്നാ കേക്ക്. അന്ന് ഞാനും അവനും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യം. അവനാ? ഏതവൻ? എടി നിന്റെ മത്തായി സാറ്. മത്തായി സാർ അപ്പൻ്റെ കൂടെ പഠിച്ചാണോ? എടി ഫ്ലാഷ് ബാക്ക് കുറച്ച് സമാനം താടി. കണ്ടിന്യൂ. അങ്ങനെ ഞാനും അവനും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യം. ഇതൊരു വട്ടം പറഞ്ഞതാ, കഥ പറ.
അവള് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, നിന്നോടും പറഞ്ഞിട്ടില്ലല്ലോ. പറയുമല്ലോ, അവളെ നോട്ടം ഭാവം കണ്ടല്ല അറിയാം അവളെ എനിക്കുള്ളതാ. അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അവൾക്ക് യോഗി ഞാനാ. അതിനിപ്പോൾ ഈ സൗഹൃദം കളയേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. എന്നിട്ട് അതാണോ നമ്മുടെ അമ്മ? മത്തായുടെ പിള്ളേരുടെ അമ്മയാണ് അപ്പോൾ അവള്. അവൻ്റെ വായിൽ നിന്നാണ് നീ കേൾപ്പിച്ചത്. നീ പഠിക്കാനുള്ള കുഴപ്പമാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ. പിന്നെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മാരാടി അല്ലാണ്ട് പിന്നെ. അതെ എടി, അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ പറയണൊന്നുമില്ല. അല്ലപ്പാ, ആ ആന്റിയുടെ പേരെന്താ? പൊടി പൊടി അല്ല പിന്നെ